ഗീസ് അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ചൂട് കാരണം എല്ലാ ഇഴജന്തുക്കളും ഇറങ്ങി, പ്രത്യേകിച്ച് വിഷമുള്ള പാമ്പുകൾ. ഇപ്പോൾ 4-5 മരണമായി. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കായംകുളത്ത് തന്നെ ഒരു മരണമായി. ഇപ്പം ഇന്ന് 2 എണ്ണമായി. അപ്പം എല്ലാവരും ജാഗ്രത വേണം, പേടിയല്ല വേണ്ടത്. ഈ പറയുന്ന എനിക്കും ഉണ്ട് പേടി, എല്ലാവർക്കും ഉണ്ട് പേടി അല്ലേ. പാമ്പിനെ കണ്ട് നമ്മൾ ഓടും, പക്ഷെ അതല്ല വേണ്ടത്. എനിക്കൊന്ന് ചൂട് കൂടിയ കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ വേണ്ടത് എന്താ, ഒരു പാമ്പ് കടി ഏറ്റവും ആദ്യം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാതിരിക്കുക, കെട്ടിവെക്കാതിരിക്കുക, കിടത്താതിരിക്കുക, ഫുഡും വെള്ളവും ഒന്നും കൊടുക്കല്ല. ഓൺ ദ സ്പോട്ട് നമ്മൾ എവിടെയാണ് ഹോസ്പിറ്റൽ അവിടെ ആൻറ്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാവുമല്ല, വേറെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആൻറ്റിവെനുള്ള ഹോസ്പിറ്റൽ നേരത്തെ നമ്മളൊക്കെ കണ്ടുപിടിച്ച് വെക്കുക. ഇപ്പോൾ എന്തായാലും നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഈ ആൻറ്റിവെനുള്ള ഹോസ്പിറ്റൽസും ഈ പാമ്പുകളുടെ കുറേ ഇമേജസ് ഉണ്ട്. ഒരു ആപ്പുണ്ട്, സ്നേക്ക് പീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പ്. ഞാനത് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ആ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുത്താൽ ഉള്ള ഹോസ്പിറ്റൽസ്, ആൻറ്റിവെനുള്ള ഹോസ്പിറ്റൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്നേക്കിൻ്റെ കുറേ ഇമേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഈ സ്നേക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് കണ്ട് അറിയാം എന്താണ് നല്ല വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന്. ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ആൻറ്റിവെനുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അപ്പം എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.